നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി നല്ല തുടക്കം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒട്ടേറെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്ന, പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം തുടക്കത്തിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വളരെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല മോഹങ്ങളും പൂവണിയാനുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക പരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ സകല വിധത്തിലും ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. കഷ്ടപ്പാടുകളൊക്കെ മാറി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാർ രക്ഷപ്പെടും. അത്രയേറെ സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സർവ്വവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. പുതിയ മാസത്തിന്റെ തുടക്കത്തിൽ പുതിയ നേട്ടങ്ങൾ വന്നു ചേരുകയും പുതിയ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഈ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തി ജീവിതത്തിൽ എത്തിച്ചേരുന്ന സൗഭാഗ്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യമാകുന്ന തരത്തിൽ അതിനുവേണ്ടി തയ്യാറെടുക്കണം. ഓഗസ്റ്റ് മാസം തുടക്കത്തിൽ 1-ാം തീയതി മുതൽ തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണുന്നു. ഈശ്വരീയമായ അനുഗ്രഹം വന്നു ചേരുന്നതോടുകൂടി ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കും ദുരിതങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ അറുതി വരുന്നു. എല്ലാവിധത്തിലുള്ള കടബാധ്യത, സാമ്പത്തിക പ്രതിസന്ധി, നേട്ടങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ മാറുന്ന സമയമാണ്. ഇവർക്ക് ഈശ്വരീയമായ കരുതൽ ലഭിക്കുന്ന, ഈശ്വരീയ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. ഈശ്വരാനുഗ്രഹത്തിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. വലിയ ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു. മഹാഭാഗ്യത്തിന്റെ വലിയ കുതിച്ചുചാട്ടം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. വലിയ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് നാളു ആയി മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന, ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന സമയമാണ്. ഇവർ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിലെ വലിയ നേട്ടത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യ ദർശനം സന്ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും ജീവിതത്തിലെ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും മോശമായ കാലഘട്ടത്തിൽ അവർക്ക് കരുതലും സംരക്ഷണവും ലഭിക്കുകയും ഉയർച്ചയുടെ കാലഘട്ടത്തിൽ വലിയ രാജയോഗ തുല്യമായ അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമാധാനവും നേട്ടവും ഈശ്വരാനുഗ്രഹമൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ. ഇതുവരെ അനുഭവിച്ച കഷ്ടതകളിൽ നിന്നും മോശമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ജീവിതത്തിൽ ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് അവസരങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹത്തിലൂടെ അവരുടെ തൊഴിൽ ഇടത്തിൽ വലിയ പുരോഗതി വന്നു ചേരുന്ന, ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന, ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, പുരോഗതി നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന, ബിസിനസ്സിലൊക്കെ മെച്ചപ്പെട്ട മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വന്നു ചേരുന്നത്. ഓഗസ്റ്റ് മാസത്തോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്നു. ഐശ്വര്യ സമൃദ്ധിയും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. പ്രതീക്ഷകൾക്കൊത്ത നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക.
ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങൾ ഉണ്ടാകും. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഐശ്വര്യവർദ്ധനവ് തന്നെയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ധനവർദ്ധനവ് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഭാഗ്യത്തിന് മേൽ ഭാഗ്യം വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യ നേട്ടങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. വളരെയേറെ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. വലിയ നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സർവൈശ്വര്യമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. നേട്ടമാണ്, ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിന്റെ അനുകൂലമായ അവസ്ഥകൾ, പണം ഇവർക്ക് യഥേഷ്ടം വന്നു ചേരുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത്. അവസരങ്ങൾ ഒരുപാട് ഇവർക്ക് വന്നു ചേരുന്നു. അതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു. ഐശ്വര്യപൂർണമായ ഭാഗ്യത്തിന്റെ നിർവ്വടമാകുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിലെ ഉയർച്ചകൾ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മകീരം നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ തന്നെ വന്നു ചേരുന്നു. സൗഭാഗ്യ വർധനവ് ഈ നക്ഷത്രക്കാരെ തേടിത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സർവൈശ്വര്യ കാരകത്വം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജ്യോതിഷപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അതിന്റെ തുടർച്ച വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിതത്തിലെ പലവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. ഭാഗ്യവും സൗഭാഗ്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഭാഗ്യം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു. ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് തെളിഞ്ഞു കത്തുന്നു. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നു. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ ഇവരെ തേടിയെത്തുന്നു. വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ തുടക്കം തന്നെയാണ് ലഭിച്ചു തുടങ്ങുന്നത്. ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്നു. പരിഹാര മാർഗങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുകയും അതിലൂടെ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭാഗ്യം വന്നു ചേരുന്ന സമയം തന്നെയാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ലഭിക്കുന്നു. ദുഃഖ ദുരിതങ്ങൾ മാറുന്നു. രക്ഷപ്പെടാനുള്ള അവസരം ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുന്നു. ഭാഗ്യനാടുകളാണ് ഈ നക്ഷത്രക്കാർ. എല്ലാവിധ സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുന്ന അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മകം നക്ഷത്രക്കാർ ജീവിതത്തിലെ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോകുന്നു. ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള ഒരു മോചനമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. ഇവർക്ക് ഭാഗ്യം കൂടിയുണ്ട്. സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമൃദ്ധി തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഈശ്വരന്റെ കൈ വിടാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, ഈശ്വരൻ കൈവിടാതെ അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന, അനുഗ്രഹത്തിന്റെ എല്ലാവിധ കിരണങ്ങളും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. ആത്മീയ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആത്മീയ കാര്യത്തിലൊക്കെ വലിയ തോതിലുള്ള അവസരങ്ങൾ ലഭിക്കുകയും പുതിയ പ്രതീക്ഷകൾ, പുതിയ തുടക്കമൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതം രക്ഷപ്പെടും. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത്തം നക്ഷത്രക്കാർ മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു. കത്തിച്ചൊലിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുകയും മികച്ച ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും മഹാഭാഗ്യം തന്നെയാണ്. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ എത്തിച്ചേരുകയും
ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സമ്പന്ന പദവി, ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ എത്തിച്ചേരുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും, ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും, ശാരീരിക അസ്വസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും ജീവിത വിജയം നേടുന്ന സാഹചര്യങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും, മനസ്സമാധാനം വന്നു ചേരും. സമാധാന അന്തരീക്ഷത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരും. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും സൗഭാഗ്യ ദിനങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. തിരുവോണം നക്ഷത്രക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടും. ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും, കടബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.